പാകിസ്ഥാൻ ഗവൺമെന്റിനും പട്ടാളത്തിനും മനസ്സിലായി ഇവരെ തൊടാൻ പറ്റത്തില്ല. അവരെ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. അവർ ഈ പറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷൻ ഉപേക്ഷിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വീണ്ടും അവിടുത്തെ പട്ടാളക്കാർക്ക് ഫയറിങ്ങും അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അവർ വീണ്ടും പുറകോട്ടങ്ങ് മാറി. കാരണം അവർ ഭയങ്കര വാരിയേഴ്സാണ് BLA, മൗണ്ടൻ വാരിയേഴ്സ്. അവരുടെ ടെറൈനാണ്. അവരവിടെ ശരിക്കും ഫൈറ്റ് ചെയ്യും. പാകിസ്ഥാൻ പട്ടാളം കംപ്ലീറ്റ് സറണ്ടേർഡായ രീതിയിലായി മാറി. അപ്പം അവർ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറിയിട്ട് അവർ ഈ BLA ഫ്രീ ചെയ്ത ആൾക്കാരെ വെച്ചിട്ട് ഇവർ പറയുന്ന ഗെയിം പിന്നീട് എന്താ പറഞ്ഞത്, ആകെ 4 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലപ്പെട്ടുള്ളൂ. അറിയാൻ സാധിച്ച 500-ന് മുകളിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ഈ ഓപ്പറേഷനുമായിട്ട് പെട്ടെന്ന് കയറി കൊല്ലപ്പെട്ടു. ഈ ട്രെയിനെ പോയവരെ കൊന്നു, ഈ ഓടുവഴി കയറാൻ വന്ന് അവനെ വെടിവെച്ചു കൊന്നു. ഇവരുടെ വെപ്പൺസ് മുഴുവൻ ഈ BLA പിടിച്ചെടുത്തുകൊണ്ട് പോയി. ഇതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. അതായത് നമ്മൾ ഈ മീഡിയയിൽ പറയുന്നതും ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്ന അതേപോലെ അങ്ങ് വിഴുങ്ങി പറയുകയല്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ കാര്യമൊന്നുമല്ല. ഞാനിത് വളരെ റിസർച്ച് ചെയ്ത് പല ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ ഞാൻ ഈ സെക്യൂരിറ്റി ഇഷ്യൂസുമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ്. ഈ BLA എന്താണെന്ന് മനസ്സിലാക്കുക, ആ ടെറൈൻ മനസ്സിലാക്കുക, പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക, എങ്ങനെ അവർക്കവിടെ റീച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളത്തരം മാത്രമാണ്. കാരണം കള്ളത്തരവും കപടതയും പറയുന്നതിൻ്റെ അകത്ത് പാകിസ്ഥാൻ സർക്കാരും ഗവൺമെൻറ്റും, അതായത് പട്ടാളം ഗവൺമെൻറ് പണ്ട് മുതലേ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ. കാർഗിലിനകത്ത് അവിടെ കയറിയത് പാകിസ്ഥാൻ പട്ടാളമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുമ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ജനറൽ മുഷറാഫ് പറഞ്ഞു അവിടെ പാകിസ്ഥാൻ പട്ടാളമാണ് പോയെന്ന്.